ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ഈ അസോള വളർത്തലും അതുപോലെ തന്നെ മീനിൻ്റെ ഒരു വീഡിയോയും പിന്നെ കേക്ക് ഉണ്ടാക്കണ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അസോളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിയതാണ്. ഒരു ടാങ്കിയാണ്, അതായത് ഫ്രിഡ്ജിൻ്റെ. അപ്പം അതിൽ നിറയെ മീനുകളും ഉണ്ട്. മീനൊക്കെ നല്ല പാറ്റിയിട്ടുണ്ടായിട്ടുണ്ട് നിറയെ. അപ്പം അസോളൊക്കെ നീക്കിയിടുമ്പോഴാണ് അത് കാണുന്നത്. അസോള ഉള്ളത് കൊണ്ട് മീനൊന്നും ശരിക്കും കാണാനില്ല. കണ്ടില്ലേ, ഫുള്ളായിട്ട് അസോള ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ടാങ്കിൽ ഇതാ നെറ്റ് അടിച്ചിട്ടാണ് അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അതിൽ വേറൊരു ചണ്ടി പോലത്തെ ഒരു ഇതാണുള്ളത്. ഇങ്ങനത്തെ ചണ്ടിയാണ്, അതും എക്കോറിയത്തിലിടുന്നതാണ്. അതുപോലെ ഒരു ആമ്പൽ പോലത്തെ ഒരു ചെടിയും അതിലുണ്ട്. മീന് അടിയിലുണ്ട്, പക്ഷെ അതൊന്നും അതിൽ ശരിക്കും കാണാനില്ല. വെയിലുകൊണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. നെറ്റിൻ്റെ ആ ഒരു ഇതും കാണിക്കുന്നു, കണ്ടില്ല. അപ്പം അത് കാരണം അതുപോലെ വേറൊരു ടാങ്കിൽ ഇതാ അസോള മാത്രം. അങ്ങനെ അതാ ഈ ഒരു ചെടിയും അങ്ങനെ എടുത്തതാണ്. പിന്നെ അതാ കിച്ചണിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ പഞ്ചസാരയും ഏലക്കായും കോഴിമുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റർ കൊണ്ട് അടിച്ച് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങിയാലാണ് കേക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ അത് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പം അങ്ങനെ അത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതാ കേക്കിൻ്റെ കൂട്ടൊക്കെ നല്ലതുപോലെ ആയിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ അടിച്ച് ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി കിട്ടണം. എന്നേലാണ് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് സ്പോഞ്ച് പോലെ ആയിട്ട് കിട്ടും. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം അതാ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. മുട്ട അടിച്ചത്, മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടി അടിച്ചത്. ഇനി ഇതാ അതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മുട്ടക്ക് ഒരു കയ്യിൽ മൈദയാണ്, അങ്ങനെയാണ് കണക്ക്. അതുപോലെ തന്നെ പഞ്ചസാരയും അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. ഏലക്കായ 2-4 അതുപോലെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബീറ്റ് കൊണ്ട് അടിക്കരുത്. മൈദട്ട ശേഷം നന്നായിട്ട് ടീസ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം, 2 സൈഡിലേക്കും ആക്കരുത്. അപ്പോൾ അതൊക്കെ കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ കേക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നെയ്യും പുരട്ടി കൊടുത്തിട്ടാണ് അതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബോൾസൊക്കെ ഒന്ന് കളയാനാണ്. ഇനി ബാക്കിയുള്ളത് കുക്കറിൽ ഇതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും മെന്മട നെയ്യും പുരട്ടി കൊടുത്തിട്ട് അതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും നന്നായി തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് വെയിറ്റ് ഇടാണ്ട് മൂടി വെച്ചിട്ട് കൊടുക്കുകയാണ്. കേക്കിൻ്റെ പാത്രത്തിലുള്ളത് വേറൊരു പാത്രത്തിൽ ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് നല്ല തീ കുറച്ചിട്ടാണ് രണ്ടും വെച്ചിട്ടുള്ളത്. ഇതാ കുക്കറിലത്തെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ പാത്രത്തിലുള്ളത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചപ്പോൾ നന്നായി പൊങ്ങിയിട്ട് കണ്ടില്ലേ, നല്ല സ്പോഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പൊങ്ങിയപ്പോഴാണ് അങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ്. പിന്നെ അത് കേക്കിൻ്റെ പാത്രത്തിലത് കത്തി കൊണ്ടൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കറിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.